ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിത് ജ്യോതികയും മാധവൻ്റെയും ഷെയ്ത്താൻ എന്നുള്ള ഹിന്ദി സിനിമ കാണാൻ വന്നേക്കണേന്ന്. അത് അജയ് ദേവ്ഗനും ഉണ്ട്, ഇന്ന് കൂടെ അനുഭവമുണ്ട്. സിനിമ തുടങ്ങാൻ 5 മിനിറ്റ് കൂടിയുള്ളൂ. കയറട്ടെട്ടാ, കയറ്റി തുടങ്ങി, കയറട്ടെ. അപ്പോൾ ഈ 9-10 ആട്ടെ ഞങ്ങളുടെ സീറ്റ്. സിനിമ കണ്ട് വീട്ടിലെത്തി. എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വന്ന് ഹിന്ദി സിനിമയിൽ എന്തെങ്കിലും ചലനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നുള്ള നടന്മാരോ ടെക്നീഷ്യൻസോ ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിൽ മാധവനും ജ്യോതികയും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മാധവൻ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ഹാഫിൽ വേറെ ലെവലായിരുന്നു. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഉണ്ട്, അത് ഞാൻ അതിലേക്ക് കടക്കാം. പിന്നെ എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് അജയ് ദേവ്ഗൻ്റെയും ജ്യോതികയുടെയും മകളായി അഭിനയിച്ചിരിക്കുന്ന ആ നടിയുടെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും പക്ഷേ എനിക്കത് സെർച്ച് ചെയ്യണം, കാരണം ഷീ ഡിസേർവ്സ് എ ബിഗ് അപ്ലോസ്. കാരണം അത് പറയാതിരിക്കാൻ വയ്യ, അത്രയും കിടിലൻ. ഒരു മിനിറ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് എനിക്ക് ആ നടി, ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞേ പറ്റുള്ളൂ. അമ്മാരി കിടിലനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പറയാതെ പോകാൻ പറ്റില്ല നമുക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ജാനകി ബോഡിവാല ആസ് ജാൻവി, ജാനകി ബോഡിവാല ഒരു രക്ഷയില്ല. എൻ്റെ മോളെ ഓട്ടിക്കത്തെ പെർഫോമൻസ് ആയിരുന്നു. ഓട്ടിക്കത്തെ എന്ന് പറഞ്ഞാൽ ഓട്ടിക്കത്തെ പെർഫോമൻസ്, അതിൽ ഒരു തർക്കമില്ല. അമ്മര് അവിടെ ജ്യോതിക പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടി ഇരിക്കുകയാണ്. ജ്യോതികനെ കടത്തി വിട്ടുന്ന രീതിയിലാണ് ഈ പെൺകുട്ടി അഭിനയിച്ചിരിക്കുന്നത്. അമ്മര് ലെവല്. ജ്യോതികയുടെ പിന്നെ അടിപൊളിയാണ്, പക്ഷെ അതൊക്കെ അതിൻ്റെ അപ്പുറമാണ് ഈ പെൺകുട്ടി അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. അജയ് ദേവ്ഗൻ കൊടുത്ത ക്യാരക്ടർ വളരെ ഡീസൻ്റ് ആയിട്ട് ചെയ്തു, വളരെ ഡീസൻ്റ് ആയിട്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം, വേറെ ഒന്നുമല്ല. അത് അജയ് ദേവ്ഗൻ്റെ പ്രോബ്ലം സംഭവമൊന്നുമല്ല. ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആണ് നൽകിയത്. മൊത്തത്തിൽ ആ ഒരു ടെൻഷൻ ബിൽഡിങ്ങും, ഇതെന്താ സംഭവം, മറ്റേ മറിച്ചും, ഇത് പ്രേതമാണോ അല്ലേ, ബ്ലാക്ക് മാജിക് ആണോ അല്ലേ, ഇത് എന്താണ്, വല്ല റിവെഞ്ച് ആണോ, ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ, ഒന്നും മനസ്സിലാക്കി തരാതെ ഇതിങ്ങനെ മുന്നിൽ ഇങ്ങനെ സീറ്റ് ഓഫ് ദ എഡ്ജ് രീതിയിൽ കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ ആയപ്പോഴൊക്കെ കിഡിലായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫിലെ ലാസ്റ്റ് ഒരു സീൻ ഞാൻ നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ തോന്നി. കാരണം മാധവൻ്റെ ഇതിനകത്തുള്ള ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് ഫീൽ അടിച്ചു. കാരണം ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ക്യാരക്ടറായിരുന്നു. അത് മാധവൻ അത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാധവൻ ഇസ് എ ബ്രില്യൻ്റ് ആക്ടർ. അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്ത്. ഇത് ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മൂവി. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ തമിഴിലും കൂടി എടുക്കണമായിരുന്നു, ബൈലിംഗ്വലായിട്ട്. തമിഴിൽ ഇത് കുറച്ചുകൂടി വർക്കായേനെ. തമിഴിൽ മാധവൻ ഡയലോഗ് പറഞ്ഞ് എന്താണ് ജ്യോതിയൊക്കെ അഭിനയിച്ച് വരുമ്പോഴേക്കും അടിപൊളിയായിരുന്നേ. തമിഴിൽ അജയ് ദേവ്ഗന് പകരം വേറൊരാളെ കാസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തിരുന്നെങ്കിൽ, അപ്പോൾ അജയ് ദേവ്ഗൻ ആണേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ RRRൽ അജയ് ദേവ്ഗൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ തമിഴ് മൂവി ആണെങ്കിൽ പോലും അതിനകത്ത് അജയ് ദേവ്ഗനെ കൊണ്ട് പറ്റും. ഈ റോൾ അജയ് ദേവ്ഗന് തമിഴിലാണെങ്കിലും ഡബൊക്കെ ചെയ്താണെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പെൺകുട്ടി അത്യുഗ്രനായിരുന്നു. ആ പെൺകുട്ടിയെ തന്നെ എന്താണ് തമിഴ് വേർഷനിൽ കാസ്റ്റിംഗ് ചെയ്യായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ എടുത്ത് പോയി കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ ഒരുപാട് ആ റോൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ആക്ട്രസസുകളുണ്ട്. ആ പ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ട് അടിപൊളിയായിട്ട് അഭിനയിക്കാൻ അറിയുന്നവർ. വേണമെങ്കിൽ അജയ് ദേവ്ഗൻ അല്ലാതെ വേറെ ആരെയും കാസ്റ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പക്ഷേ പറ്റിപ്പോയത് ഇവർ ഹിന്ദിയിൽ മാത്രം എടുത്തു. അപ്പോൾ എനിക്കൊന്ന് ഹിന്ദി ആ ഒരു നോർത്ത് ഇന്ത്യൻ ഓഡിയൻസസിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നറിയില്ല, ഈ സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഇതിനകത്തേക്ക് തള്ളിക്കെട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് സെക്കൻഡ് ഹാഫിലല്ല, ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. സെക്കൻഡ് ഹാഫിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, പടം ഈ ലെവലിൽ ഇങ്ങനെ കയറി കുത്തരി പോയിക്കൊണ്ടിരുന്ന പടം ലാസ്റ്റ് കൊണ്ടുപോയി മറ്റേ തേങ്ങ എടുത്ത് പടക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തല അടിച്ച് പൊളിക്കുന്ന രീതിയായി പോയി. കാലുടച്ച് പണ്ടടക്കി കളഞ്ഞു ലാസ്റ്റ് ആയപ്പോൾ. ഈവൻ എൻഡിങ് നോട്ട് നല്ലതാണെങ്കിൽ പോലും എൻഡിൽ വന്നപ്പോഴേക്കും അത്രയും നേരം എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന രീതി എല്ലാം ആണെങ്കിൽ പോലും സിനിമയുടെ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ഒരു ടിപ്പിക്കൽ ബോളിവുഡ് മസാലപ്പടത്തിൽ ചെന്ന് എൻഡ് ചെയ്ത അവസ്ഥയായിരുന്നു. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല എന്താണെന്നുള്ള. പക്ഷെ അവസാനത്തെ ഒരു ആക്ട്, ആ ഒരു തേർഡ് ആക്ട് എന്ന് പറഞ്ഞ സാധനം കയ്യിൽ നിന്ന് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്ര നേരം പടം കിടുമായിരുന്നു. അവിടെ ലാസ്റ്റ് കൊണ്ടേ കലടച്ചു. അങ്ങനെ എനിക്ക് തോന്നിയൊരു പടമുണ്ട് പേഴ്സണലി, ആഡം ജോവാൻ എസ്ര. കിഡിലനായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമയാണ്. ലാസ്റ്റ് കൊണ്ടുപോയി ഒരു പർട്ടിക്കുലർ ഇതിന് ശേഷം കലടച്ചു കളഞ്ഞു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡം ജോവാൻ്റെ കേസിൽ എനിക്ക് തോന്നിയത് ചാവാത്ത വില്ലനും അടി കൊടുത്ത് മതിയാവാത്ത മരിക്കാത്ത നായകനും. അവസാനം ലാസ്റ്റ്
സംഭവം ഇത് രണ്ടുപേരും മരിക്കുമെങ്കിലും അവർ മരിക്കും. ഇത്ര ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുമോ? എത്ര നേരം ഈ മനുഷ്യൻ എന്താണ് കത്തിക്കുത്തുമായിട്ട് മറ്റേ വില്ലനെ ഇടിച്ചിടിച്ച് വില്ലനൊട്ട് ചാവണൂല, നായകനും ചാവണല്ല. അവസാനം ഇരുന്ന് കണ്ടാൽ ഞാൻ ഇരുന്ന് പറഞ്ഞു ഒന്ന് പണ്ടാറങ്ങനെ ആരെങ്കിലും ഒരാൾ ചാവുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു എനിക്ക് ആഡം ജോവാനിൽ. എനിക്ക് ഇഷ്ടപ്പെട്ട പടം, പക്ഷെ ലാസ്റ്റ് കൊണ്ട് കല ഒടിച്ചതായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ്. അതിലും ആ ഒരു ലാസ്റ്റ് ആക്ട് നമ്മളിങ്ങനെ ടയർസമാക്കി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്ത നോട്ടൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ആ ഒരു എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഒരു സിനിമ 1-100% എന്നുള്ള രീതിയിലാണെങ്കിൽ ആ 93-99 വരെ വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ ഈ എല്ലാ സിനിമകളുടെ അവസ്ഥയിൽ. എസ്രയേലും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ സംഭവം ഉണ്ട്, ആ ഒരു ട്വിസ്റ്റ്, ആ ട്വിസ്റ്റിന് ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻഡ് ചെയ്തത് നന്നായിട്ടായിരുന്നു. അപ്പോൾ അന്ന് അതുവരെയുള്ള സാധനം കിട്ടില്ലായിട്ട് ചെയ്തേക്കണം. അവർ കൊണ്ടുവന്ന ഇപ്പോൾ ഇസ്രയേലാണ് ഡിബൂക്കിൻ്റെ കോൺസെപ്റ്റ്, നമ്മുടെ ആഡം ജോവാനിലാണെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ്, അങ്ങനെ സാത്താൻ എന്താ സേവയുടെ കോൺസെപ്റ്റ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ റിവീൽ ചെയ്യാനുള്ള എന്താണ്. പക്ഷേ ഇതൊക്കെ അടിപൊളിയായിരുന്നു. കോൺസെപ്റ്റ് അടിപൊളിയായിരുന്നു, നല്ല ആക്ടേഴ്സിനെ കിട്ടി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളായിരുന്നു, എല്ലാം അടിപൊളി, ക്യാമറമാൻ, ടെക്നീഷ്യൻ ഒക്കെ കിടും, സൗണ്ട് ഡിസൈൻ എല്ലാം അടിപൊളി. പക്ഷേ ലാസ്റ്റ് കൊണ്ട് കലോടച്ച്. അതാണ് എനിക്ക് ഈ സിനിമയിലും ഫീൽ ചെയ്തത്. ഈ ഒരു സിമിലർ പാറ്റേൺ, നേരത്തെ പറഞ്ഞ സിനിമകളുടെ അതേ പാറ്റേണാണ് എനിക്ക് ഈ സിനിമയിലും അടിച്ചു പോയത്. കാരണം മാധവനെ കൊണ്ട് പറ്റുന്ന മാധവൻ അങ്ങോട്ട് ചെയ്ത്, മാധവൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ട് പോയി, എല്ലാവരും വൃത്തിക്ക് ചെയ്തു. ഒരാൾ പോലും എനിക്ക് ഓവർ ആക്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ എന്താ ക്രിഞ്ച് അടിപ്പിച്ചതായിട്ടോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇതൊരു കിടിലൻ സിനിമയായിട്ട് മാറേണ്ട ഒരു സിനിമയെ ലാസ്റ്റ് കൊണ്ടുപോയി കാല ഉടച്ച ഒരവസ്ഥ ആണ് എനിക്ക് മുഴുവത്താടെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു ഫീലിംഗ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഞാൻ എന്താണ് ടോയ്ലറ്റിലേക്ക് പോയ ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ പോയത്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ എന്താടേ ഇതെന്ത് എങ്ങനെ ആവേണ്ട പടം എങ്ങനെ ആക്കി കളഞ്ഞടേ, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അനുഭവിക്കും അതേ തന്നെ ഫീലിംഗ് ആയിരുന്നു. അനുപൻ്റെ വൈഫാണ്, ഞാനും വൈഫ് കൂടെയാണ് കാണാൻ പോയത്. അപ്പോൾ അവൾക്കും അതേ ഫീലിംഗ് തന്നെയാണെന്നാണ് അവൾ പറഞ്ഞത്. എന്തായാലും മാധവൻ ഡിഡ് ഹിസ് ജോബ്. പിന്നെ ആ കുട്ടി ഒരു രക്ഷ, ആ കുട്ടിയുടെ പേര് ഞാൻ ഒന്നും കൂടി വായിക്കുന്നത്, കാരണം ഷീ ഡിസേർവ്സ് ഇട്ട്. അതുകൊണ്ട് തന്നെ ജാനകി ബോദിവാല ഒരു രക്ഷയില്ല. ഞാൻ പ്രൊനൗൺസ് ചെയ്തത് തെറ്റാണെങ്കിൽ തിരുത്തുക ആരെങ്കിലും. എന്തായാലും ജാനകി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി സൂപ്പർ പെർഫോമൻസ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയ ഒരു കാര്യം. ഇതുപോലെയുള്ള വേറെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ അവസാനം എത്തിയപ്പോഴേക്കും ഇതിനങ്ങോട്ട് ബോളിവുഡ് മസാലവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു. അത് അങ്ങനെ ബോളിവുഡ് വൽക്കരിക്കപ്പെടരുതായിരുന്നു. ഇത് റോ ആയിട്ട് കുറച്ചും കൂടി ആ സ്ക്രിപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അല്ല വേറെ ലെവൽ പടമായി മാറിയേനെ. പക്ഷെ അതിനുള്ള സ്കോപ്പും ആക്ടേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചോദ്യം ഉദിച്ചേക്കാം ഇതിനകത്ത് ഒരു പ്രത്യേക ചിലപ്പോൾ ചിലവർക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും, അതായത് ഇതെന്തൊരു കിഴങ്ങൻ അച്ഛനും അമ്മയാണ്, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ തോന്നാം. പക്ഷേ സ്വന്തം മകൾക്ക് ഇങ്ങനൊരു ഗതി വരുമ്പോഴേ ആ അച്ഛനമ്മമാരുടെ വികാരം എന്താണെന്നുള്ളത് പ്രേക്ഷകരായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ ഒരു അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് മകൾക്കൊന്നും പറ്റരുതെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കും, എടുത്തിയാടാതിരിക്കും. അപ്പോൾ ആ ക്ഷമ കാണിക്കുന്നതിൻ്റെ ഭാഗം അതിൻ്റെ ഭാഗമാവാം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കതൊരു കുറ്റവും പറയാനില്ല. നമ്മൾ ആ ഷൂസിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. പിന്നെ ഇതൊരു സാങ്കല്പിക കഥയാണ്, ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഇത് മേക്കേഴ്സായിട്ടുള്ള ആൾക്കാർ ഇന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ലിറ്ററലി എഴുതി കാണിച്ച്. അപ്പോൾ അതൊക്കെയാണ്. പക്ഷേ ഇത് ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി. പക്ഷേ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നരബലി വൺ ഓഫ് ദ അങ്ങനത്തെ സാധനമാണ്. പക്ഷേ ഇത് വേറെയാണ്, ഇത് വേറെ ഐറ്റമാണ്. പിന്നെ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തത്, പടത്തിൽ അത്രയും നേരം നമ്മുടെ മാധവൻ്റെ ഫുള്ള് മേക്കപ്പ് ആയിക്കോട്ടെ, ഔട്ട്ലുക്കൊക്കെ ഗെറ്റപ്പൊക്കെ കിഡിലായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴേക്കും ഒരു കപ്പട വിഗും ഒരു സാധനമൊക്കെ വെച്ച് ആകെ അങ്ങോട്ട് അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആക്കി കളഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ആ മേക്കപ്പ് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു, കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആക്കാമായിരുന്നു. അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം കൺവേ ആയി, പക്ഷേ ഭയങ്കര ആർട്ടിഫിഷ്യലായി പോയി. അത് കുറച്ചുകൂടി എന്താ പറയുക, അതായത് നമുക്ക് കണ്ടറിയൂടെ പൗഡർ ഇട്ട ടൈപ്പ് വിഗാണെന്നുള്ളത്. അല്ലാണ്ട് ഒരു കുറച്ചുകൂടി നല്ല രീതിയിൽ മേക്കപ്പ് ശ്രദ്ധിച്ചിട്ട് കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്താനെ. മാധവൻ എന്നുള്ള നടൻ്റെ അഭിനയം കൊണ്ട് അത് ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഒരു നടനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്, ആ ഒരു അഭിനയത്തെ വളരെ നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. മേക്കപ്പ് അടിപൊളിയായി കഴിഞ്ഞാൽ തന്നെ ചില നടന്മാർക്ക് അവർ ഇടുന്നതിൻ്റെയൊക്കെ ഇരട്ടി സ്ക്രീനിലേക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പോൾ കാന്താര എക്സലൻ്റ് എക്സാമ്പിളാണ് അതിന്. ആ മേക്കപ്പും സൗണ്ടും സിറ്റുവേഷനും എല്ലാം കറക്റ്റ് ആയതുകൊണ്ടും അതൊരു ഒരു 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 കിടിലം ബ്ലെൻഡ് ഓഫ് ഒരു സംഭവം കൊണ്ടാണ് ആ സിനിമ ഇങ്ങനെ അങ്ങോട്ട് മാറിയത്.
അത്രയും നേരം ഒരു സാധാ സിനിമയായിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ വേറെ ലെവൽ അനുഭവമായി മാറിയത് മേക്കപ്പിൻ്റെയും കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കും അങ്ങനെ ആവാമായിരുന്നു. അങ്ങനെ ഉദ്ദേശിച്ചാൽ ആ ലെവലല്ല, എന്നാലും ഞാൻ പറഞ്ഞത് ഒരു ഗംഭീരമായ ഒരു ക്യാരക്ടർ ആയിരുന്നത്. അത് ആ ഗംഭീര അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നം തീർച്ചയായിട്ടും ആർ മാധവൻ എന്നുള്ള നടൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് വന്ന് ചേർന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ലാസ്റ്റ് ആ മസാല വൽക്കരിക്കപ്പെട്ടതുകൊണ്ട് അത്രേ ഉള്ളൂ. എന്തായാലും ഇത് തമിഴിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മേ ബി ഇതൊരു മലയാള സിനിമ ആയിരുന്നെങ്കിൽ വേറെ ലെവലായിട്ട് അത് ചെയ്യിപ്പിച്ചാനേ എന്ന് എനിക്ക് തോന്നി. ഇത് എനിക്കൊന്ന് ഈ ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ അവിടെ ഒരു അഴിച്ചുപണി നടന്നതിൻ്റെ ഭാഗമാണെന്നാണ് തോന്നണം. പിന്നെ അച്ഛനെ കൊണ്ട് ഹീറോയിസം കാണിപ്പിക്കണം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നുകൊണ്ടാണ്. അതായത് ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയെടുത്ത് അതിലേക്ക് തള്ളിക്കയറ്റി അങ്ങനത്തെ ഒരു ഫീലൊക്കെ എനിക്ക് അടിച്ചത്. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയായിരിക്കാം, എൻ്റെ കുഴപ്പമായിരിക്കാം. എന്തായാലും എൻ്റർടൈനിങ് ആയിരുന്നു, തീർച്ചയായിട്ടും എൻ്റർടൈനിങ് ആയിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതിലോ പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് കണ്ടതിലോ എനിക്ക് ഒരു ഖേദവും ഇല്ല. കാരണം ഇറ്റ് വാസ് റിയലി എൻ്റർടൈനിങ്, അതെനിക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇതൊരു മികച്ച സിനിമ ആവേണ്ടിയിരുന്ന ഒരു സിനിമ വഴിതെറ്റിപ്പോയ അവസ്ഥയാണ് ലാസ്റ്റ്. ഇത്രേ ഉള്ളൂ, അതാണ് എനിക്ക് തോന്നിയത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. എന്തായാലും ഈ അടുത്ത് കണ്ട ഒരുപാട് ഹിന്ദി പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഫാർ 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 ബെറ്റർ ആൻഡ് ബ്യൂട്ടിഫുള്ളി ആക്റ്റഡ് ബൈ ദ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ്. അടിപൊളിയായിരുന്നു, കൊള്ളാം. എന്തായാലും വളരെയധികം സന്തോഷം. മാധവൻ ഹിന്ദി പോയിട്ടും മാധവൻ പൊതുവെ ഹിന്ദി ചെന്ന് അഭിനയിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ റോളും കിട്ടും കേട്ടോ. അതിപ്പോൾ തനുവേഡ്സ് മനു ആയിക്കോട്ടെ, എന്താ പറയുക, ഏത് സിനിമ, 3 Idiots ആയിക്കോട്ടെ, എന്താണ് ഗുരു ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, മാധവൻ വേറെ ലെവലാണ്. എനിക്ക് എൻ്റെ അമ്മയ്ക്കും വൈഫിനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. ഐ എം സോ ഹാപ്പി ഫോർ യു മാൻ. അടിപൊളി, കിടിലൻ. ഇത്രേ ഉള്ളൂ. ബൈ ബൈ.